എല്ലാവർക്കും നമസ്കാരം. +2 സേ എക്സാം സീരീസ് നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. തികച്ചും ഫ്രീ ആയ ഈ ക്ലാസ്സുകൾ എല്ലാ വിദ്യാർത്ഥികളും നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് നന്നായി പഠിക്കേണ്ടതാണ്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സേ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ട തിയറി ഭാഗങ്ങൾ, വൺ വേർഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. എന്തായാലും നിർബന്ധമായി നോട്ട്ബുക്കിലേക്ക് ഇത് കുറിച്ചിടേണ്ടതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പിൻ്റെ ഏതെങ്കിലും 4 ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് പറയാനാണ്. ഇപ്പോൾ ഫസ്റ്റ് വൺ, മിനിമം നമ്പർ ഓഫ് പേഴ്സൺ ഈസ് 2, അൺലിമിറ്റഡ് ലയബിലിറ്റി, ഓർ ആൻഡ് റിട്ടേൺ എഗ്രിമെൻറ്റ്, ലോഫുൾ ബിസിനസ് ആയിരിക്കണം, രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഈസ് നോട്ട് കമ്പൽസറി. ഇതിലിപ്പോൾ ഒരു 5 എണ്ണം തന്നിട്ടുണ്ട്. ഏതെങ്കിലും 4 എണ്ണം നന്നായി പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പാർട്ണർഷിപ്പ് ഡീഡ്? ലിസ്റ്റ് ഔട്ട് എനി 5 കണ്ടൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡ് എന്താണെന്നും അതിലെ 5 കണ്ടൻസും പറയാനാണ് പറയുന്നത്. ഇപ്പം പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു എഗ്രിമെൻ്റ് ആണ്. അതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും പാർട്ണർഷിപ്പ് ഫേമിൻ്റെ. പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് എ ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് പാർട്ണർഷിപ്പ് ആസ് എഗ്രീഡ് ബൈ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സ് എഗ്രി ചെയ്തേക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അടങ്ങിയിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് പാർട്ണർഷിപ്പ് ഡീഡ്. അതിൽ വന്നിരിക്കുന്ന കണ്ടൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. നെയിം ഓഫ് ദി ഫേം, ഫേമിൻ്റെ നെയിം ഉണ്ടായിരിക്കും അതിൻ്റെ കണ്ടൻ്റായിട്ട്. നെയിംസ് ആൻഡ് അഡ്രസ് ഓഫ് പാർട്ണേഴ്സ്, ഏതൊക്കെ പാർട്ണേഴ്സ് ഉണ്ടോ അവരുടെ എല്ലാം നെയിംസും അഡ്രസ്സും ഉണ്ടായിരിക്കും. പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്, ബിസിനസ്സിൻ്റെ പ്ലേസ് ഉണ്ടായിരിക്കണം. ഡ്യൂറേഷൻ ഓഫ് പാർട്ണർഷിപ്പ്, പാർട്ണർഷിപ്പ് എത്ര ഡ്യൂറേഷനിലാണ് ഉണ്ടാകുന്നത് എന്നുള്ളതും കാണിച്ചിരിക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ, പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുന്ന റേഷ്യോയും ആ എഗ്രിമെൻറ്റിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷത്തെ സേ എക്സാമിനും ചോദിച്ചിരുന്നു ഇനി 5 കണ്ടൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. അപ്പം നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതാണ് കണ്ടൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. തേർഡ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് ദി റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. എഗ്രിമെൻറ്റ് ഇല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട റൂൾസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇത് വൺ വേർഡിനും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് നല്ല ഇമ്പോർട്ടൻറ്റ് നൽകിയിട്ട് പഠിക്കുക. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണെങ്കിൽ ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. എഗ്രിമെൻറ്റിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഈക്വലായിട്ട് പ്രോഫിറ്റ് ഷെയർ ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നോ എന്നാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും നോയാണ്. റെമ്യൂണറേഷൻ, സാലറി, കമ്മീഷൻ ഇതൊന്നും നമുക്ക് അപ്ലിക്കബിൾ അല്ല എഗ്രിമെൻറ്റ് ഇല്ലെങ്കിൽ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ബൈ പാർട്ണർ, ഏതെങ്കിലും പാർട്ണർ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ 6% ഇൻട്രസ്റ്റ് നൽകേണ്ടതാണ്. എല്ലാ വർഷവും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നിൽ വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നന്നായി എല്ലാവരും പഠിച്ചു വെക്കേണ്ടതാണ് ഒരു തിയറിയാണ്. നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ്, ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഏറ്റവും എളുപ്പമുള്ള 4 പോയിൻറ്റ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്തായാലും 4 പോയിൻറ്റ്സ് നിർബന്ധമായും പഠിച്ചിരിക്കണം. നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇവിടെ ക്യാപിറ്റൽ ആൻഡ് കറണ്ട് അക്കൗണ്ട് ഉണ്ട്. അതിൽ കറണ്ട് അക്കൗണ്ടിലായിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ് കാണിക്കുന്നത്. ക്യാപിറ്റലും കറണ്ട് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഒരു 1 അക്കൗണ്ട് ഉണ്ടായിരിക്കുള്ളൂ. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒരു അക്കൗണ്ട് ഉള്ളെങ്കിൽ ആ അക്കൗണ്ടിലായിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റുകൾ. അതുപോലെ അക്കൗണ്ട് ആയിരിക്കും ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യുന്നത്. പിന്നെ ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിമെയിൻസ് ഫിക്സഡ് ആയിരിക്കും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ. ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ അത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആയിരിക്കും. വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന 4 പോയിൻറ്റ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കേണ്ടതാണ്, ക്ലിയറായി പോകേണ്ടതാണ്. ഇനി ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട കുറച്ച് വൺ വേർഡുകൾ നോക്കാം. ദ റിട്ടേൺ എഗ്രിമെൻറ്റ് ഓഫ് പാർട്ണർഷിപ്പ് ഈസ് കോൾഡ്. നമുക്കറിയാലോ പാർട്ണർഷിപ്പിൻ്റെ റിട്ടേൺ എഗ്രിമെൻറ്റിനെ പറയുന്ന പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ക്രെഡിറ്റഡ് ടു. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട് ഉണ്ടായിരിക്കും, കറണ്ട് അക്കൗണ്ട് ഉണ്ടായിരിക്കും, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുന്നത് കറണ്ട് അക്കൗണ്ടിലേക്ക് ആയിരിക്കും. പിന്നെ ചോദിച്ചിരിക്കുന്നത് പാർട്ണേഴ്സ് ആർ എൻറ്റൈറ്റിൽ ടു ഗെറ്റ് ഡാഷ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ആൻ എഗ്രിമെൻറ്റ്. അതിൻ്റെ ഓപ്ഷൻ വെച്ച് തന്നെ നമുക്ക് ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓപ്ഷൻ സി ആണ്, ഇൻട്രസ്റ്റ് ഓൺ പാർട്ണേഴ്സ് ലോൺ അറ്റ് 6% പെർ ആനം. അത് മാത്രമേ അവർക്ക് എഗ്രിമെൻ്റ് ഇല്ലാത്ത സമയത്ത് ലഭിക്കുകയുള്ളൂ.
നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഡാഷ് ഷോസ് ഹൗ ദ പ്രോഫിറ്റ് ഓർ ലോസ് ആർ അപ്രോപ്രിയേറ്റഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി പാർട്ട്നേഴ്സ്. പ്രോഫിറ്റും ലോസും അപ്രോപ്രിയേറ്റ് ചെയ്തേക്കുന്നത് പാർട്ട്നേഴ്സിനെ, അത് ഷോ ചെയ്യുന്ന അക്കൗണ്ട് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്.